നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ കിലിയൻ എംബാപ്പെ മനം കവർന്ന എംബാപ്പെ ട്രോഫി കൊണ്ടുപോയി PSG. ട്രോഫി ഡസ്റ്റ് ചാമ്പ്യൻസിൽ PSG കിരീടം ചൂണ്ടിയിരിക്കുന്നു. 2-0 ടൊളൂസയെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ലീ 3-ാമത്തെ മിനിറ്റിൽ PSG-ക്കായിട്ട് ലീഡ് നേടിക്കൊടുത്തു. 44-ാമത്തെ മിനിറ്റിൽ കിടിലൻ ഗോളിലൂടെ കിലിയൻ എംബാപ്പെ PSG-യുടെ ആ ഒരു ലീഡ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറന്നില്ലെങ്കിലും 2-0 വിജയത്തോടുകൂടി PSG കിരീടം ഉറപ്പാക്കുകയായിരുന്നു. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, പാർക്ക് ഡസ് പ്രിൻസസിൽ കിലിയൻ എംബാപ്പെ നേടിയ ഗോള് അദ്ദേഹത്തിൻ്റെ പാർക്ക് ഡസ് പ്രിൻസസിൽ PSG-ക്കായിട്ടുള്ള 111-ാമത്തെ ഗോളാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ അവിടെ ആരും നേടിയിട്ടില്ല. മറ്റൊരു റെക്കോർഡ് കൂടി കിലിയൻ എംബാപ്പെ സ്വന്തമാക്കുന്ന കാഴ്ച. ഇന്നലെ ബെറാൾഡോ PSG-ക്കായിട്ട് കളിക്കാനിറങ്ങി. PSG പുതുതായിട്ട് സൈൻ ചെയ്തയാളാണ്. ബ്രസീലിൽ നിന്നുള്ള ലൂക്കാസ് ലോപ്പസ് ബെറാൾഡോ 20-കാരനായിട്ടുള്ള താരമാണ്. അദ്ദേഹം തൻ്റെ ആദ്യ കളി PSG-ക്കായിട്ട് ഒറ്റക്കളി, ആ കളിയിൽ തന്നെ കിരീടം ചൂടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സാവോ പോളോ FC-യിൽ നിന്നാണ് യുവതാരത്തെ, സെൻറ്റർ ബാക്കായിട്ടുള്ള യുവതാരത്തെ PSG സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എംബാപ്പെ മനം കവരുന്നു, PSG കിരീടം കൊണ്ടുപോകുന്നു. കഥ തുടരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം.